അപ്പോഴേ ഇന്നും നമുക്ക് കിടുക്കാച്ചി ഒരു അടിപൊളി ഒരു ടിപ്പ് ചെയ്യാം കേട്ടോ. അത് വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ വെച്ച് തന്നെയാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. കളയുന്ന ഒരു സാധനമുണ്ട്, ഞാൻ അതിഞ്ഞെടുത്തുകൊണ്ട് പോകുന്നു രാവിലെ കേട്ടോ. കഞ്ഞിവെള്ളം, കളയുന്ന കഞ്ഞിവെള്ളം കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ അടിപൊളി ടിപ്പ്. അപ്പോഴിനി വെള്ളമൊന്നും കളയരുത്. കഞ്ഞിവെള്ളം പശുമാമയ്ക്കും ആടുമാമയ്ക്കും ഇത് എടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ കൊടുക്കാവൂ. പിന്നെ ചിലർക്ക് ദാഹമൊക്കെ വരുമ്പം കഞ്ഞിവെള്ളം ഉപ്പൊക്കെ ഇട്ട് കുടിക്കാറുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പശുമാമയ്ക്കും ആടുമാമയ്ക്കും ഒക്കെ കൊടുത്താൽ മതി കേട്ടോ. ഇത് പ്രത്യേകം നിങ്ങൾ മാറ്റി വെച്ചേക്കണം നമുക്ക് ടിപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നല്ല കഞ്ഞിവെള്ളമാണ്, ഉപ്പിടാത്ത കഞ്ഞിവെള്ളമാണ് നമുക്കിതിന് വേണ്ടത്. അപ്പോൾ വേഗം നമുക്ക് ആ പായ്ക്കം കിട്ടാലോ. ആദ്യം മൈദാമാവ് എടുത്ത് കേട്ടോ. എനിക്കൊരു അന്നേരം വെള്ള കളറായിട്ടിരിക്കുന്ന മൈദാമാവ്. അപ്പോൾ ഇടയ്ക്ക് വാഴയ്ക്കപ്പം, ഏത്തയ്ക്കപ്പം അതൊക്കെ ഉണ്ടാക്കാൻ മക്കൾക്ക് ഇങ്ങനെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. ആദ്യം ഞാൻ വിചാരിച്ചു കടലമാവ് ഇങ്ങനെയല്ലോ, ഈ കളറല്ലല്ലോ. പിന്നെ ഫ്രിഡ്ജിലാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ ഇപ്പം പോയെടുക്കാൻ പറഞ്ഞേ. അപ്പോഴും നമുക്ക് കടലമാവാണ് വേണ്ടത്. കടലമാവും വേണം. നിറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് ടിപ്പൊക്കെ ചെയ്യേണ്ടേ. അതിൻ്റെ 1 കിലോ ഞാൻ തോന്നുന്നു കേട്ടോ വാങ്ങിച്ചിട്ട് തന്നേക്കുന്നത്. പിന്നെ നമുക്ക് അലോവേര ജെല്ല് വേണം ഇതിനെ. അപ്പോഴും നമുക്ക് ആവശ്യത്തിന് നമുക്ക് കടലമാവ് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മതി കേട്ടോ. 1 സ്പൂണ് കടലമാവ്. അതിലേക്ക് നമുക്ക് അലോവേര ജെല്ലിട്ട് കൊടുക്കാം. സൂപ്പറാണ് ഈ ഒരു സംഭവം. നിങ്ങൾ ചെയ്യുന്ന ഒറ്റ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഓടിപ്പോയി കഞ്ഞിവെള്ളം കളയാതെ എടുത്ത് വെച്ചിട്ട് ഇതങ്ങോട്ട് ചെയ്തു. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. ഇതേ നമ്മൾ അലോവേര ജെല്ല് ആദ്യം ഒന്ന് നന്നായിട്ട് ഇവനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് അതും നല്ല കട്ടിക്കുള്ള കഞ്ഞിവെള്ളമാണേ. കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും വേണ്ട, കുറച്ച് അളവിനെടുത്ത് നിങ്ങളത് ചെയ്ത് നോക്കി. സൂപ്പറാണ് കേട്ടോ നമ്മുടെ കഞ്ഞിവെള്ളം. ഇന്നത്തെ നല്ല കട്ടയായിട്ടുള്ളത് കേട്ടോ. ഇത് കട്ടിക്കുള്ള കഞ്ഞിവെള്ളമാണ്. ആവശ്യത്തിന് ഒരുപാടെടുത്ത് മറിച്ച് കളയരുത്. ആവശ്യത്തിന് എടുത്ത് ഇത് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഡൈകളും നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം കേട്ടോ. അതും സൂപ്പറാണ്. പിന്നെ ഈ സുപ്പ് കാണിച്ചു തരുന്ന ഇതുപോലെയുള്ള കുഞ്ഞു ടിപ്പുകളും നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം കേട്ടോ. സുപ്പ് വേറെ എന്തോ വലിയ പാട് പിടിച്ച സംഭവങ്ങളൊന്നും എടുത്ത് വെച്ച് ചെയ്യുന്ന ഒന്നുമില്ല. ഇത് നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു ഐറ്റം വെച്ചാണല്ലോ ഞാൻ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞും തരുമല്ല, ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട്, എൻ്റെ മുഖത്ത് ഇട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വിശ്വാസമില്ല. അപ്പോഴേ നിങ്ങൾ വിശ്വസിച്ച് തന്നെ ഇതൊക്കെ ചെയ്തോളൂ. സുപ്പിനെ പിന്തുടർന്നാൽ നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ആകാം കേട്ടോ. ഐശ്വര്യ റായി, പിന്നെ വേറെ ആരാ, പണ്ട് സുസ്മിത സെന്നൊക്കെ നമ്മൾ ഭയങ്കര ആരാധകയായിരുന്നു കേട്ടോ. ഇപ്പോൾ അവരൊക്കെ എവിടെ പോയി മറിഞ്ഞോ എന്തോ എനിക്കറിയത്തില്ല. അപ്പോഴിതേ നമ്മുടെ പായ്ക്ക് ഒരുപാട് കഞ്ഞിവെള്ളം എടുത്ത് ഞാൻ 1 സ്പൂൺ, ഈ ചെറിയ സ്പൂണിന് കടലമാവ് എടുത്തേക്കുന്നേ ഉള്ളൂ കേട്ടോ. ഒത്തിരി ഒന്നും വേണ്ട അങ്ങോട്ട്. നമ്മുടെ ആവശ്യത്തിന് നമ്മൾ എടുക്കുക. ബാക്കി പല്ലിലാക്കി ഒന്നും കളയാതെ നമ്മൾ കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്താൽ മതി. ഒരുപാട് നമുക്ക് ഓരോ ദിവസം ഓരോ പായ്ക്കിൽ വേണ്ട. അന്നേരം നമ്മൾ ഒന്നും പാഴാക്കി കളയേണ്ട. അത്യാവശ്യത്തിന് മാത്രം നമ്മൾ എടുക്കുക, ചെയ്യുക. അപ്പോഴും മുഖം എപ്പോഴും നമ്മൾ പായ്ക്കിലിടുമ്പോൾ നന്നായിട്ട് മുഖം കഴിയതിന് ശേഷം മാത്രം വന്ന് പായ്ക്കിലിടുക. വെള്ള നൈറ്റി ആയതുകൊണ്ടാണ് ഞാനിടുന്നത്, അല്ലാത്ത സമയത്ത് ഞാൻ ഇടത്തില്ല. എന്നാലും എൻ്റെ നൈറ്റിക്കകത്തൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയി തുടങ്ങി കേട്ടോ. ഇങ്ങനെ പായ്ക്കുകൾ നമ്മളിങ്ങനെ ഇടുമ്പോഴേ അവിടെ നമുക്കിടാം കേട്ടോ. ഇതൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ടിപ്പുകളല്ലേ ഈ സുപ്പ് ചേച്ചി കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങളും ചെയ്യണം കേട്ടോ. ദേ കുറച്ചെടുക്കുക, അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് വെളുക്കണമെങ്കിൽ ഇതേമാതിരിയൊക്കെ ഉള്ള കുഞ്ഞു ടിപ്പുകൾ അങ്ങോട്ട് ചെയ്ത് പരീക്ഷിക്കുക. കടലമാവിൻ്റെ സൂപ്പറാണ് കേട്ടോ. നമ്മൾ ഇടുന്ന പായ്ക്കുകളെല്ലാം നല്ല അടിപൊളി പായ്ക്കുകളാണ്. പിന്നെ അരിപ്പൊടി മാത്രം നമുക്ക് വല്ലപ്പോഴും ഒക്കെ ചെയ്താൽ മതി കേട്ടോ. വല്ലപ്പോഴും ഒക്കെ ചെയ്താൽ മതി. കടലമാവിൻ്റെ പായ്ക്ക് സൂപ്പറാണ്. നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ കടലമാവിൻ്റെ പായ്ക്ക്. എടുക്കുക, മിക്സ് ചെയ്യുക. തലേന്നത്തെ കഞ്ഞിവെള്ളം കേട്ടോ, അന്നത്തെ അല്ല. അന്ന് വൈകിട്ട് ഞാൻ ഒരു ദിവസം നമ്മൾ വെച്ചിട്ട് ഞാൻ എന്തായാലും കഞ്ഞിവെള്ളം എടുക്കത്തുള്ളൂ കേട്ടോ. അതിനാണ് ഗുണങ്ങളേറെ.
അപ്പോഴെടുത്ത് മാറ്റി ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്ത് മാറ്റി വയ്ക്കുക. ബാക്കിയുള്ളത് നമ്മുടെ ചെടിക്കോ ഒക്കെ കൊണ്ടുപോയി നിങ്ങൾ ഒഴിക്കുക. പശു മാമയ്ക്ക് കൊടുക്കാനാണെങ്കിൽ അങ്ങനെ, ആടും മാമയ്ക്ക് കൊടുക്കാനാണെങ്കിൽ അങ്ങനെ, പിന്നെ നമുക്ക് കുടിക്കാനാണെങ്കിൽ അങ്ങനെ കുറച്ച് മാറ്റി വെച്ചേക്കുക കേട്ടോ. എന്തായാലും നമ്മുടെ ഈ ടിപ്പിന് വേണ്ടി ഒരു കുഞ്ഞ് ഗ്ലാസ്സിനകത്ത് ഒഴിച്ച് വെച്ചേക്കുക. ഇതേ സുപ്പ് ഇതിൽ ഗുൽജാർ സോഡ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നല്ലോ, നിറഞ്ഞ് പതഞ്ഞ് വരുന്നേ. ആ സമയത്ത് വാങ്ങിച്ച ഗ്ലാസ് അത് കേട്ടോ. ഞാൻ പക്ഷേ അത് ഗ്ലാസ് വാങ്ങിച്ചെങ്കിലും ഞാൻ നമ്മുടെ വീട്ടിലത് പരീക്ഷിച്ചിട്ടില്ല, കുടിച്ചിട്ടുണ്ട് കേട്ടോ. പോയ ചിലയിടത്തു നിന്നൊക്കെ ഞാൻ കുടിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇവിടെ ചെയ്തിട്ടില്ല കേട്ടോ. ചിലപ്പോൾ മല്ലിയില കാണത്തില്ല, അങ്ങനെ അതിനൊത്തിരി സംഭവങ്ങളൊക്കെ വേണമല്ലോ. അപ്പോഴതുകൊണ്ട് ഞാൻ അങ്ങനെ നമ്മുടെ ഇവിടെ അങ്ങനെ ഉണ്ടാക്കി കുടിച്ചിട്ടില്ല. പക്ഷെ പോയി ഞാൻ കുടിച്ചിട്ടുണ്ട് കേട്ടോ. അന്നേരം വാങ്ങിച്ച ഗ്ലാസ് അത് എനിക്കിഷ്ടം കേട്ടോ, ആ കുഞ്ഞി ഗ്ലാസ്. അപ്പോഴേ മുഖക്കുരു വന്ന പാടുകളും ഇതെല്ലാം മാറിക്കിട്ടും. മുഖം കണ്ടാൽ പ്രായം തോന്നുകയില്ല കേട്ടോ. നമുക്ക് ഒരു 50 വയസ്സുള്ള ഞാനൊക്കെ ചെയ്യുമ്പോൾ ഒരു 16 വയസ്സല്ലേ നിങ്ങൾക്ക് തോന്നത്തുള്ളൂ. സത്യമല്ലേ? എനിക്ക് എത്ര പ്രായമുണ്ടെന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ, കമൻറ്റിൽ കൂടി അറിയിക്കൂ കേട്ടോ. സമ്മാനം ഞാൻ തരുന്നുണ്ട് കേട്ടോ. എനിക്ക് എൻ്റെ പ്രായം എത്രയാണെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മാനം നിങ്ങൾക്ക് തരും കേട്ടോ. ഇതിനകത്തൂടെ തന്നെ അനൗൺസ്മെൻറ്റ് ചെയ്യുക സൂപ്പ് കേട്ടോ. അപ്പോൾ വാങ്ങിക്കാൻ വരണേ, ഇല്ലെങ്കിൽ അഡ്രസ്സ് തന്നാൽ മതി, ഞാൻ അങ്ങോട്ടേക്ക് നിങ്ങളുടെ വീടുകളിലോട്ട് അയച്ചു തരുന്നുണ്ട് കേട്ടോ. ഇനി മുതൽ നമ്മൾ ഓരോ സമ്മാനം ഇങ്ങനെ അനൗൺസ്മെൻറ്റ് ചെയ്യുകയാണ് കേട്ടോ. പറയുന്ന ആൾക്ക് ഇന്ന സമ്മാനം സുപ്പ് തരുന്നതാണ് സത്യമായിട്ടാണ് കേട്ടോ. ഇനി അങ്ങനെ വെക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോ ഒന്ന് കാണുകയും ചെയ്യും. നിങ്ങൾ ആരോടെങ്കിലുമൊക്കെ പറ, ആ ചാനൽ ചെന്ന് നോക്കി ആ ചേച്ചി ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കും, അതിന് സമ്മാനം ഉറപ്പാണെന്ന്. അപ്പോഴെനിക്ക് എൻ്റെ വീഡിയോ ആരെങ്കിലുമൊക്കെ ഒന്ന് കാണുമല്ലോ കേട്ടോ. നിങ്ങളൊന്ന് പറയണേ ആരോടെങ്കിലുമൊക്കെ കേട്ടോ, ഒന്ന് പറയണേ. അപ്പോഴാരെങ്കിലുമൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് കാണുകയും ചെയ്യുമല്ലോ. അമ്മാവനെയും കൊണ്ട് ആകെ കുഴപ്പങ്ങളാണ് പിള്ളേർ. അപ്പോഴേ കഥയും പറഞ്ഞ് നമ്മൾ പായ്ക്കൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്കൊരു 15 പൊട്ടൊക്കെ താങ്ങുന്നു, ഒരു 15 മിനിറ്റ് നമുക്ക് ഇരിക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് തണുത്ത വെള്ളം കൊണ്ട് നമുക്ക് കഴുകി മാറ്റിയിട്ട് സൂപ്പ് കാണിക്കാം. 15 മിനിറ്റ് എന്തായാലും നമുക്ക് ഇരിക്കാം കേട്ടോ. അടിപൊളിയാണ്, നല്ല നിറം കിട്ടാൻ നല്ലതാണ്. വെട്ടിത്തിളങ്ങും, കണ്ണാടി പോലെയാവും. നമ്മൾ ചില ചേച്ചിമാരൊക്കെ ഇരുന്ന് പറയുന്നത് കേൾക്കണം, വെട്ടിത്തിളങ്ങും കണ്ണാടി പോലെയാകും കേട്ടോ. സത്യമായിട്ടുമാണ്, നിങ്ങളൊന്ന് പരീക്ഷിച്ചു കൂട്ടുകാർ. അപ്പോഴും നമുക്ക് 15 മിനിറ്റ് കഴിഞ്ഞ് കാണാം കേട്ടോ. ഇതേ കുറച്ച് അളവിലെടുത്താൽ മതി, 1 സ്പൂൺ എടുത്താൽ മതി കടലമാവ്. ബാക്കി ഞാൻ ഇതേപോലെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോഴേ ഫ്രിഡ്ജിലാണ് സുരക്ഷിതമായിട്ട് നമ്മുടെ കടലമാവ് അവിടെ ഇരുന്നോളും കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ കൊണ്ടുവച്ചിട്ട് നമുക്ക് ഇരിക്കാം 15 മിനിറ്റ്. മിണ്ടാതെ ഇരിക്കണം. ഇതാ നമ്മുടെ പായ്ക്കൊക്കെ ഇട്ട് കഴുകി മാറ്റിയിട്ടൊക്കെ വന്നു. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. സൂപ്പറാണ്, കിടക്കാച്ചയാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. കഞ്ഞിവെള്ളവും നമ്മുടെ കടലമാവും അലോവേറ ജെല്ലും കൂടെ ഇങ്ങനെയൊന്ന് ഇട്ട് നോക്കൂ. കളയുന്ന കഞ്ഞിവെള്ളം കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ മുടിക്ക് നല്ല കറുപ്പുണ്ടാവാനും മുടി വളർച്ചയ്ക്കും ഒക്കെ സൂപ്പറാണ് കഞ്ഞിവെള്ളം കേട്ടോ. അപ്പോഴേ ഇനി കഞ്ഞിവെള്ളം ഒന്നും എടുത്ത് കളയരുത് കേട്ടോ. നമ്മുടെ മുഖത്തും കുറേശ്ശെയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തോളൂ ഇടയ്ക്കൊക്കെ. അപ്പോൾ കിടക്കാച്ചിയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഈ സുപ്പ് പറഞ്ഞു വരുന്നത്. അപ്പോഴതേ പൂര മഴ പെയ്യുന്നു കൂട്ടുകാരെ, പെയ്യാൻ പോകുന്നു. ഇന്നലെ ഞാൻ എൻ്റെ പായ്ക്കിട്ട് കഴിഞ്ഞപ്പോഴും നല്ല മഴയായിരുന്നു. മഴയാണെന്ന് പറയുന്നത് കേട്ടു. ഇടിയോടുകൂടി മഴയാട്ടത്. ഇടിയോടുകൂടി മഴയാണ് മിക്കവാറും എനിക്ക് തോന്നുന്നു പെയ്യും. അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല. നമ്മൾ പായ്ക്കൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേന് എന്നും മഴപ്പരുവാണ് കേട്ടോ. അപ്പോഴേ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കൂ. അടിപൊളി നല്ല റിസൾട്ടാണ്. മുഖം നല്ല വൃത്തിയാവും കേട്ടോ, നല്ല കളറായിട്ടൊക്കെ ഇരിക്കും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കോളൂ. ഇതുവരെ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് തന്നെ ഫോളോ ചെയ്തു. അത് മാത്രമേ ഈ സുപ്പ് പറയത്തുള്ളൂ കേട്ടോ. അടിപൊളി കിടക്കാച്ചിയാണ്. അപ്പോഴേ ഇന്നലെ വരെ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും. പിന്നെ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സുപ്പനെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട്
പൊക്കോണേ. അപ്പോൾ സുപ്പ് തിരിച്ചും അങ്ങോട്ടൊക്കെ വരും. അപ്പോൾ നല്ല വിശേഷങ്ങളും എളുപ്പത്തിനുള്ള ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം. ഇത്ര നേരം എന്നെ സഹിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. സഹിക്കുവാണോ? മഴ പെയ്യാൻ തുടങ്ങുന്നു കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും